ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു റീഡിങ് എന്താണ് എടുക്കുക? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു റീഡിങ് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടണമെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ശരിയായ റീഡിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല, ഒരുപാട് ആളുകൾ കാണുന്നതല്ലേ. ഇത് റെസനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അവരുടെ കറൻറ്റ് എനർജിയാണ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവരുടെ മനസ്സിലെന്താണ്, ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളിൽ അവരുടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ പുതിയൊരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം അവരുടെ മനസ്സിലുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ജോലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ധനപരമായിട്ട് എന്തോ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ കിടന്ന് ഇതാവുന്നുണ്ട്, അവരെ അലട്ടുന്നുണ്ട്, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ ഒരു എനർജി ഉള്ള ഒരാളാണ്. പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് വളരെയധികം സ്നേഹത്തോടെയും വളരെയധികം നിങ്ങളോട് വളരെ നിങ്ങളെ മാത്രം അങ്ങനെ ഒരു കൂടുതൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. അവരുടെ പാസ്റ്റിൽ നിങ്ങൾ ആയിരുന്നു എല്ലാം, അങ്ങനെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് അതിയായ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടായിരിക്കാം, ഫിസിക്കലി അവർ അകലെയായിരിക്കാം. അവിടെ നിന്ന് നിങ്ങളോട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ്. ഒരുപാട് അകലെയാണെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളോട് ഒപ്പം നിൽക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി കിട്ടിയിരിക്കുന്നത്. ഫ്യൂച്ചറിലാണെങ്കിലും അവർക്ക് നിങ്ങളെ വിട്ടൊരു ഇതില്ല, അവരൊരു നിങ്ങളിലായിട്ട് ഒരു ലൂപ്പ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിൽ. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹവും കൊണ്ട് അവർ യാത്ര ചെയ്യാനാണ്, അവർ ഒരുമിച്ച് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്. പക്ഷേ ഭാവിയിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് എന്താണെന്നറിയില്ല. അവർക്കൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ പോകണോ അതോ വേറെ എന്തെങ്കിലും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണോ എന്നുള്ളതിലായിരിക്കാം. ഒരു പക്ഷേ വിവാഹം പോസിബിളായ ആളുകൾക്ക് അത് വിവാഹം കഴിക്കണോ അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കാം. അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് ജീവിതത്തിലോ അവരുടെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഉണ്ടായിട്ട് ഒരു കൺഫ്യൂഷനിലേക്ക് വരുന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി നോക്കി വെക്കാം. ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടല്ലേ നിൽക്കുന്നത്. എന്താണ് ഇവരെ ചിന്തിക്കാൻ പോകുന്നത് നോക്കാം. പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കൺഫ്യൂഷനില്ല, അവിടെ ഒരു കൺഫ്യൂഷൻ അവിടെ തീർക്കും. പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുമായിട്ടുള്ള അത് ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് വരിക. അങ്ങനെ നോക്കാം. ഇനി നമുക്ക് നിങ്ങൾ ആ വ്യക്തിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഒരു എനർജി എന്താണെന്ന് നോക്കാം. 6 ഓഫ് വാൺസ് ആണ്, അല്ല 6 സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി ആയിട്ട്
ദ സൺ, നിങ്ങളുടെ ഫീലിങ്സ് അവരെക്കുറിച്ച് എന്തായിരുന്നു. ഇപ്പോഴത്തെ നിങ്ങൾ 2 ഓഫ് കപ്സ് ആണ്, ദ ഹൈ പ്രീസ്റ്റസ്, 4 ഓഫ് വൺസ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ പക്ഷേ ഒരു ആളിപ്പോൾ വേറെ പോയിരിക്കാം, വീട് മാറിയിരിക്കാം, സ്ഥലം മാറിയിരിക്കാം. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾക്ക് അവരോട് ഒരു ഇത് അകന്നു പോയല്ലോ, അകലേക്ക് പോയല്ലോ എന്നുള്ളൊരു ഫീലിങ്സാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് തോന്നും. ഒന്നുകിൽ നിങ്ങൾ മാറിപ്പോയതായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ട് നിങ്ങൾ മാറിപ്പോയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ജോലി സംബന്ധമായോ എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ട് അകന്നു പോയതായിരിക്കാം. നിങ്ങൾക്ക് വളരെയധികം ഒരു സ്നേഹവും ഇഷ്ടം ആ ഒരു ഇത് തോന്നിയതിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു വന്നത്. ഒരുപാട് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു എന്ന് പറയാം. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എനർജി ആണെങ്കിലും നിങ്ങളത് ആ കൂടുതൽ സ്നേഹം നിങ്ങൾ പരസ്പരം കൈമാറണം എന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ ഒരു പക്ഷേ അവരുടെ ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളങ്ങനെ ഒരുപാട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളൊരു കാർഡായി കിട്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ റിവീൽ ചെയ്യാണ്ട് ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരെക്കുറിച്ചാണോ നിങ്ങളെക്കുറിച്ചാണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതലൊരു പക്ഷേ നിങ്ങൾ പിന്നീടായിരിക്കും അവരെക്കുറിച്ച് കൂടുതൽ അറിയിരിക്കുക. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ നടക്കും എന്നുള്ളൊരു ഗൈഡൻസാണ് ഈ കാർഡും തന്നിരിക്കുന്നത്. പൊതുവേ നല്ലൊരു ഇതിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ നിങ്ങളോടും നല്ല ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളിപ്പോൾ പരസ്പരം ഭയങ്കര സ്നേഹത്തോടെ ഒക്കെ നിൽക്കുന്ന ഒരു കപ്പിൾസിൻ്റെ എനർജിയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. എന്താണ് ഇതിന് ഗൈഡൻസ് ആയിട്ട് പറയുന്നത് നോക്കാം. യെസ്, ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമാണ്. അങ്ങനെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ റീഡിങ് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.